അപ്പോൾ ഇത് രാവിലെ തന്നെ എൻ്റെ മെയിൻ പരിപാടിയാണ് ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക എന്നുള്ളത്. ഒരുപാട് ചെടിയുടെ കളക്ഷൻസ് ഒന്നും ഇല്ല, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടികളൊക്കെയാണിത്. അപ്പോൾ ഇത് ഞാൻ ദിവസം കൂടി ചെടിക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെന്താ എത്തുസേ? ഇത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് വെണ്ണീര്, ചാരെന്ന് പറയും, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ട് 3 ദിവസം വെച്ചതാണ്. ഉള്ളിൻ്റെ തൊലി, അതുപോലെ തന്നെ ചായ വെച്ചിട്ടാകുമ്പോണ്ടാകുന്ന ചായപ്പൊടിൻ്റെ ഇത് വേസ്റ്റ്, അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ എടുത്തിട്ട് ഡയറക്റ്റ് ചെടിക്ക് വയ്ക്കാൻ പാടില്ല. അപ്പോൾ ചെടിയുടെ വേര് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതേ അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കും. അപ്പോൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കറിവേപ്പിലൊക്കെ നല്ലതാണ്, നല്ല രീതിയിൽ തടിച്ച് വളരാൻ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ മുരടിപ്പ് മാറാനൊക്കെ, കായ്കൾ ഉണ്ടാവാനൊക്കെ നല്ലതാണിത്. ഞാനിത് കോവയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെടികളിൽ ഒരുപാട് പൂടാൻ വേണ്ടിയിട്ട് ഈ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ എൻ്റെ ചെടിയിലെ പൂവൊക്കെ പറിച്ച് നശിപ്പിക്കുന്ന ആളാണ് ഈ എത്തൂസ്. അപ്പോൾ അതാണ് അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെടികൾ മാത്രമല്ല, കുറച്ച് പച്ചക്കറിയുടെ തൈകളും കൂടി ഇതിന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഈ കോവയ്ക്കൊക്കെ കുറച്ച് വളമൊന്നും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്കൊക്കെ മാത്രമല്ല, പച്ചമുളകിനും ഈ കോവയ്ക്കയുടെ ചുറ്റുമുള്ള മണ്ണൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിന് വളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചമുളകിൻ്റെ 2 തൈകൾ. ഒരുപാട് പച്ചമുളകിൻ്റെ തൈ നട്ടിട്ട് ആകെ ബാക്കിയായതാണ് ഈ 2 എണ്ണം. ഇതിൽ കുറച്ച് കായകളുണ്ട്. ഇതിൽ വളമിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൽ വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ മോർണിംഗ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.